ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ സുധി ജീവിതം ഒന്ന് കരകയറ്റാൻ വേണ്ടി കാനഡയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ പോകണമെങ്കിൽ 14 ലക്ഷം രൂപയാണ് വേണ്ടത്. ചന്ദ്രമതിയുടെ അടുത്ത് പണം ചോദിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിയുടെ അടുത്ത് എവിടെ ഇത്രയും പൈസ? ചന്ദ്രമതി നല്ലത് കണക്കിന് കൊടുക്കുന്നുണ്ട് സുധിക്ക്. അങ്ങനെ പണം എവിടെ നിന്ന് ഒപ്പിക്കുകയെന്നറിയാതെ സുധി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സുധിയുടെ കൂട്ടുകാരൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ അറിവിലൊരു സ്വാമിയുണ്ട്, നീ അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും, നിനക്ക് നല്ലൊരു വഴി തന്നെ ആ സ്വാമി പറഞ്ഞു തരുമെന്ന് ആ കൂട്ടുകാരൻ ഉപദേശിക്കുകയാണ് സുധിയെ. ഏതായാലും സുധി പിന്നീട് ആ സ്വാമിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്വാമിയുടെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. സുധിക്കാണെങ്കിൽ സ്വാമിയുടെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിന്റെ കൂടെയാണല്ലോ സുധി വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ സ്വാമിയായിട്ട് ഒരുപാട് ഭക്തരൊക്കെ ഉണ്ടായിട്ട് ഈ സ്വാമി എന്താ ഇത്രയും ചെറിയ വീട്ടിൽ കഴിയുന്നേ? അപ്പോൾ ഫ്രണ്ട് സുധിയോടായിട്ട് പറയുന്നുണ്ട്, നീയെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്വാമിമാര് വലിയ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ബംഗ്ലാവിലൊക്കെ ഇരിക്കുന്നത്? ഏതായാലും നീ കുറച്ചു നേരത്തേക്ക് നിന്റെ വായൊന്ന് അടച്ചു പിടിക്കുക. പിന്നെ സ്വാമിയെ കാണുമ്പോഴും നീ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും അയാളുടെ മുന്നിൽ ചെന്ന് പറയല്ലേ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധി സ്വാമിയുടെ അരികിൽ ചെല്ലുന്നു. സ്വാമി ആ സമയം നല്ല ധ്യാനത്തിലായിരിക്കും. അപ്പോൾ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കണ്ണടച്ചിരിക്കുന്നത്? നമ്മൾ വന്നൊന്നും അറിഞ്ഞില്ലേ? അത് പിന്നെ ധ്യാനത്തിലല്ലേ, അത് കഴിഞ്ഞ് കണ്ണ് തുറക്കും, അപ്പൊ നിന്നോട് എല്ലാ കാര്യങ്ങളും പറയുമെന്നും പറയുന്നുണ്ട് ഫ്രണ്ട്. അങ്ങനെ സ്വാമി ധ്യാനമെല്ലാം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ സുധിയെയും ഫ്രണ്ടിനെയും കാണുന്നുണ്ട്. സുധിയെ കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സ്വാമിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്, സ്വാമി ഇതാണ് എന്റെ കൂട്ടുകാരൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് സ്വാമിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ. ഫ്രണ്ട് ഇങ്ങനെ താഴ്മയോടെ പറഞ്ഞു വരുമ്പോഴത്തേക്കും സുധി അതിന്റെ ഇടയിൽ കയറി ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, നിനക്കല്ലല്ലോ കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, എനിക്കല്ലേ, ഞാൻ സ്വാമിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് സ്വാമിയോടായിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്, സ്വാമി എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് അറിയട്ടെ, ഞാനും അതിനായിട്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ. അപ്പൊ സുധിയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ സ്വാമിക്ക് സുധിയുടെ സ്വഭാവം മനസ്സിലാവുന്നുണ്ട്, മുഴുവനായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. ദേഷ്യത്തോടെ സ്വാമി സുധിയെ നോക്കുന്നുണ്ട്. അപ്പൊ സ്വാമിയുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ ഫ്രണ്ടിന് ചെറിയ പേടി വരുന്നുണ്ട്. ഫ്രണ്ട് സുധിയോടായിട്ട് പറയാണ്, എടാ ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്, ഞാൻ സ്വാമിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് നീ ഇനി ഒന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും സ്വാമിക്ക് അറിയാം. ഏതായാലും സ്വാമി തന്നെ സുധിയോട് സംസാരിക്കുകയാണ്, നിനക്ക് വിദേശത്തൊരു ജോലി ശരിയായിട്ടുണ്ട് അല്ലെ, അതിനുവേണ്ടി നിനക്ക് പൈസ വേണം, ആ പൈസ ഒപ്പിക്കാൻ നീ നട്ടം തിരിഞ്ഞ് നടക്കുകയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയാണ് സ്വാമി, അങ്ങ് പറഞ്ഞതെല്ലാം കറക്റ്റാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് സുധി. എന്നാൽ സുധിയോട് മിണ്ടാതിരിക്കാൻ പറയുകയാണ് കേട്ടോ സ്വാമി കോപത്തോടെ. നിന്നോട് ഒരു അക്ഷരം മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞതാണ് സുധി, നിന്റെ വായാണ് എല്ലാത്തിനും പ്രശ്നം. പിന്നെ നിനക്ക് ഒരുപാട് പഠിപ്പുണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ ഒരു അഹങ്കാരം നിനക്കുണ്ട്, അത് കുറച്ചാൽ തന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. അത് മാത്രം പോരാ, എല്ലാ കാര്യങ്ങളിലും നിനക്ക് ദൈവാനുഗ്രഹം കൂടെ വേണം. പക്ഷെ എങ്കിൽ മാത്രമേ നല്ല രീതിക്ക് കാര്യങ്ങൾ പോകൂ എന്നും സ്വാമി പറയുന്നുണ്ട് സുധിയോട്. അത് കേൾക്കുന്നതും ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സ്വാമി അങ്ങനെയാണെങ്കിൽ ഇനി ഇവൻ എന്താ ചെയ്യേണ്ടത്, അതിനൊരു പരിഹാരം ഒന്ന് പറഞ്ഞു തരുമോ? സ്വാമി പിന്നീട് ഒന്നും കൂടെ ധ്യാനത്തിലിരിക്കുകയാണ്. അതിനുശേഷം സുധിയോടായിട്ട് പറയുന്നുണ്ട്, ഭിക്ഷ എടുക്കണമെന്ന്. സുധി അത് കേൾക്കുമ്പോഴത്തേക്കും, എന്ത് ഭിക്ഷ എടുക്കാനോ? സ്വാമി എന്തൊക്കെ ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തില് സുധി ആകെ ഞെട്ടുന്നുണ്ട്. സ്വാമി അപ്പൊ പറയും, അതെ ഭിക്ഷ എടുക്കണം, അതും ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോയി നീ ഭിക്ഷ എടുക്കണം. ആ ഭിക്ഷ എടുത്ത പൈസ മുഴുവൻ ആ ക്ഷേത്രത്തിൽ തന്നെ നീ ഇടുകയും വേണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീ ജലപാനമില്ലാതെ ഭിക്ഷ ചെയ്ത പൈസ ക്ഷേത്രത്തിലിട്ടാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മാത്രമല്ല നിനക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാകൂ എന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വാമി. എന്നാൽ സുധിക്ക് സ്വാമിയുടെ ഈ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഞാൻ ഭിക്ഷ എടുക്കാനോ, ഞാൻ എന്തുമാത്രം പഠിച്ച ആളാണെന്ന് സ്വാമിക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് സുധി ഇതിന് മടിക്കുമ്പോൾ സ്വാമി വീണ്ടും പറയുന്നുണ്ട്, ഇതാണ് സുധി നിന്റെ പ്രശ്നം. ഞാനൊന്ന് പറയാം, നിനക്കിനി നല്ലത് വരണമെങ്കിൽ നീ ഇതുപോലെ തന്നെ ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഭിക്ഷ എടുത്ത് ആ പൈസ അമ്പലത്തിൽ തന്നെ നിക്ഷേപിക്ക്, അപ്പൊ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിട്ട് നിനക്ക് തന്നെ കാണാൻ പറ്റും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോടിപ്പോ പറയാനില്ല എന്നും പറഞ്ഞിട്ട് സ്വാമി സുധിയെ പറഞ്ഞുവിടാൻ നോക്കുന്നു. അങ്ങനെ ഒരു 100 രൂപയൊക്കെ ദക്ഷിണ കൊടുക്കുന്നുണ്ട് സുധി സ്വാമിക്ക്. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാമിയാണെങ്കിൽ കൂട്ടുകാരന് പ്രസാദം കൊടുക്കും, പക്ഷെ സുധിക്ക് പ്രസാദം കൊടുക്കില്ല. അതെന്താ എനിക്ക് പ്രസാദം തരാത്തെന്ന് സുധി ചോദിക്കുമ്പോൾ, നിനക്കിപ്പോ പ്രസാദം ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാമി സുധിയെ പറഞ്ഞു വിടുന്നു. അവിടെ നിന്നും മടങ്ങുമ്പോഴും സുധി കൂട്ടുകാരനോട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇതിനൊന്നും പറ്റില്ലടാ, ഇത്രയും ഡിഗ്രി ഉള്ള ഞാൻ ഭിക്ഷ എടുക്കാനോ എനിക്കിതൊന്നും പറ്റില്ല. ആ സമയം കൂട്ടുകാരനും പറഞ്ഞു കൊടുക്കുകയാണ്,
എടാ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഇത് ചെയ്യണമെന്നല്ലേ സ്വാമി പറഞ്ഞത്? നിനക്ക് പ്രശ്നങ്ങൾ തീരണമെന്നില്ലേ? അപ്പൊ നീ ഇത് ചെയ്തേ പറ്റൂ. ഏതായാലും കൂട്ടുകാരനും കൂടെ നിർബന്ധിക്കുന്നതോടുകൂടി സുധി പിന്നീട് ഒടുവിൽ അതിന് സമ്മതിക്കുകയാണ്. ഭിക്ഷ എടുക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. ഭിക്ഷക്കാരനായി നിൽക്കാൻ വേണ്ടി അതിന് പാകത്തിന് ഒരു മുണ്ടും ബനിയനും പിന്നെ ഒരു പാത്രവും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം ഭിക്ഷ എടുക്കാനുള്ള അമ്പലത്തിലും ചെല്ലുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയുള്ള അമ്പലമാണ്. ഫ്രണ്ട് അക്കാര്യം പറയുന്നുണ്ട് സുധിയോട്, ഒരുപാട് ആൾക്കാർ വരുന്ന അമ്പലമാണ്, നിനക്കപ്പം നിറയെ പൈസയും കിട്ടും. സ്വാമി നിന്റെ അടുത്ത് ഒരു ദിവസമല്ലേ ഭിക്ഷ എടുക്കാൻ പറഞ്ഞത്? നീ ഒരു മാസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 14 ലക്ഷം രൂപ നിനക്ക് നിസ്സാരമായിട്ടുണ്ടാക്കാം. അപ്പൊ പിന്നെ നിനക്ക് കാനഡയിലോട്ടും പോകാം. പക്ഷെ സുധി പറയുന്നുണ്ട് കേട്ടോ, എടാ നീ ഒന്നും മിണ്ടാതിരിക്കെ, ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ ഇവിടെ ഇരുന്ന് എങ്ങനെ ഭിക്ഷ എടുക്കുമെന്ന് ആലോചിക്കുന്നത്. എന്നാ ഫ്രണ്ട് പിന്നെയും പറയും, എടാ ഇന്ന് ഈ അമ്പലത്തിലെ വിശേഷ ദിവസമാണ്, ഒരുപാട് ആൾക്കാർ വരും, നിനക്കിന്ന് കൈ നിറയെ പൈസയും കിട്ടും. ഫ്രണ്ട് എത്രയൊക്കെ പറഞ്ഞിട്ടും സുധിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനേ ആവുന്നില്ല. ഞാൻ ഭിക്ഷ എടുക്കാനോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് സുധി ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. സമയം ഫ്രണ്ട് സുധിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ, എടാ ഇത്രയും ദിവസം ജോലി ചെയ്യാതിരുന്നപ്പോ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നത്? നിന്റെ അമ്മയും ശ്രുതിയും പൈസ തരും, അതുകൊണ്ടാണ് നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അതും ഒരു ഭിക്ഷ തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാ മതി ഇതിനെയും. ശ്രുതി പറയും, അത് പിന്നെ എന്റെ അമ്മയും ഭാര്യയും അല്ലേ എനിക്ക് പൈസ തരുന്നത്, അതെങ്ങനെയാടാ ഭിക്ഷ എടുക്കുന്നത് പോലെ ആവുന്നത്? ഇതങ്ങനെയല്ലല്ലോ. മാത്രമല്ല എനിക്ക് ഈ ഭിക്ഷ എടുക്കുന്നതൊന്നും അറിഞ്ഞൂടാ, അതെങ്ങനെയാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ കുറച്ച് 1-2 ഭിക്ഷ എടുക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ദേ കണ്ടോ ആ ഇരിക്കുന്നവരെ നീ കണ്ടില്ലേ, ചെല്ല് കുറച്ചു നേരം അവരുടെ കൂടെ പോയിരിക്കും. കുറച്ചു നേരം അവരുടെ കൂടെ പോയിരുന്നാൽ തന്നെ നീ എല്ലാം പഠിച്ചോളും. എന്തായാലും സുധി ഒരു തരത്തിൽ സമ്മതിക്കുകയാണ് അവസാനം. അങ്ങനെ ഭിക്ഷക്കാരന്റെ അതേ രൂപത്തിലാക്കാനും വേണ്ടിയിട്ട് സുധിക്ക് അതിന് പാത്രത്തിലുള്ള കോസ്റ്റ്യൂം എല്ലാം കൊടുക്കുകയാണ്. മുഷിഞ്ഞ ഒരു കൈലിയും അതുപോലെ ഒരു ബനിയനും ഒക്കെ അതേ രൂപത്തില് ബനിയനൊക്കെ ഒന്ന് കീറിയിട്ടാണ് സുധി ഇടുന്നത്. അതുമാത്രമല്ല സുധിയുടെ മുഖത്ത് കുറെ കൺമഷിയൊക്കെ വാരി തേക്കുന്നുണ്ട്. പിന്നെ ആകെ കരിയൊക്കെ തേച്ച് മുഖത്ത് ഒരു ഏകദേശം ഒരു പിച്ചക്കാരന്റെ രൂപത്തിൽ തന്നെ ആക്കുന്നുണ്ട് സുധിയെ നമ്മുടെ ഫ്രണ്ട്. പിന്നെയും എന്തോ ഒരു കുറവുണ്ടല്ലോടാ, നീ ഒരു കാര്യം ചെയ്യും, ആ നിലത്ത് കിടക്കുന്ന കരിയിലില്ലേ അതുകൂടെ കുറച്ച് നിന്റെ തലയിൽ വാരിയിട്. സുധിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നോർത്ത് ശരിക്കും സങ്കടമുണ്ട്. പക്ഷെ ഫ്രണ്ട് പിന്നെയും നിർബന്ധിച്ച് സുധിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഓരോന്നും. അങ്ങനെ കുറെ ഇലകളും ചപ്പും ചവറും ഒക്കെ സുധിയുടെ തലയിലൂടെ കോരിയിടുന്നുണ്ട് ഫ്രണ്ട്. അവസാനം ഒന്ന് കുടയാനും കൂടെ പറയുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാ പെർഫെക്റ്റ് ആയി, ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞ കറക്റ്റ് പിച്ചക്കാരൻ, പിന്നെ നിന്റെ കണ്ണട അങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് അത് മേടിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണട എടുത്തു കഴിഞ്ഞാൽ ദൂരെയുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് സുധി പറയുന്നത് കേട്ട്, അങ്ങനെയാണെങ്കിൽ നീ ഇത് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ, ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്നെ പിച്ചക്കാരനാണെന്ന് പറയില്ല, അതുകൊണ്ട് തൽക്കാലം ഇത് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. പിന്നെ നിന്റെ ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, വൈകിട്ട് ഞാൻ തന്നെ നിനക്ക് തരാം. ഇതിന്റെ ഇടയിൽ നിന്റെ സ്വഭാവം മാറി നീ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലോട്ട് പോയാലോ, അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോകുന്നെന്നും പറഞ്ഞ് സുധിയെ അവിടെ ഇരുത്തി ഫ്രണ്ട് സ്കൂട്ടാവുന്നുണ്ട്. അങ്ങനെ സുധി ചെന്ന് നേരെ പിച്ചക്കാർക്കിടയിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്ന സമയത്ത് ഒരു പിച്ചക്കാരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാവർക്കും ഒന്നും വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമില്ല അത്. അപ്പോ സുധി പറയും, അത് പിന്നെ ചേട്ടാ ഞാൻ ഇന്നൊരു ദിവസമേ ഇവിടെ ഇരിക്കുള്ളൂ. അപ്പൊ അയാൾ പറയും, ഒരു ദിവസമോ? ഒരു ദിവസം കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോവാന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്കൊരു വഴിപാടുണ്ട്, എന്റെ പ്രശ്നങ്ങളെല്ലാം മാറാൻ ഒരു ദിവസം ഭിക്ഷ എടുക്കണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് സുധി പറയുന്നതും അവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നീ ഒരു ദിവസം ഇവിടെ ഇരുന്നോ, നാളെ മുതൽ നിന്നെ കണ്ടുപോകരുതെന്നും പറയുന്നുണ്ട്. ശേഷം സുധി അവർക്കിടയിൽ ഇരുന്ന് ഭിക്ഷ എടുക്കുന്നുണ്ട്. സുധി പതിയെ അമ്മേ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ല ഉറക്കെ വിളിക്ക്, എങ്കിലേ പൈസ തരുള്ളൂ. അതും കേട്ട് സുധി പിന്നീട് ഉറക്കെ അമ്മയെ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് പക്കനെ പിച്ച എടുക്കുമ്പോൾ ആളുകളെല്ലാവരും നാണയത്തൊട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ. കുറെ കഴിയുമ്പോൾ ആ പാത്രം നിറയുന്നുണ്ട്. ഏതായാലും കുറെ കഴിഞ്ഞ് സുധിക്ക് നല്ല വിശപ്പെടുക്കാൻ തുടങ്ങി. ഇവിടെ വല്ല ഹോട്ടലും അടുത്തെങ്ങാനും ഉണ്ടോന്ന് സുധി ചോദിക്കുമ്പോ, ഭക്ഷണം കഴിക്കാൻ നീ എന്തിനാടാ ഹോട്ടലിലോട്ട് പോകുന്നത്, ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി, ഇങ്ങോട്ട് വരും ഭക്ഷണമെന്നും പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരൻ അയാളുടെ ഫോൺ എടുത്ത് ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്നു. അയാളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ട് സുധി ചോദിക്കുന്നുണ്ട്, ചേട്ടന്റെ കയ്യിൽ നല്ല ഫോണൊക്കെ ആണല്ലോ. അപ്പൊ അയാൾ പറയും, അത് പിന്നെ കഴിഞ്ഞ മാസത്തെ പൈസ കൊണ്ട് ഞാൻ മേടിച്ചതാ. സുധി അത് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടുന്നുണ്ട്, കാരണം ഒരൊറ്റ മാസത്തെ പൈസ കൊണ്ടാണ് പുതിയൊരു നല്ല ഫോൺ മേടിച്ചിരിക്കുന്നത് എന്നോർത്തിട്ട്. ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും കൊണ്ടുവന്ന ആൾക്ക് ടിപ്പൊക്കെ കൊടുത്തിട്ടാണ് പിച്ചക്കാരൻ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ സുധിയുടെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട്. സുധി അപ്പൊ അവനോട് പറയുന്നു, ഞാൻ ഫുഡ് കഴിക്കുവാണെന്ന്, ഇവിടെ എനിക്കൊരു ചേട്ടൻ ഭക്ഷണം വാങ്ങി തരുന്നു എന്ന് പറഞ്ഞപ്പോ, ഇത്ര പെട്ടെന്ന് നിനക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയോ? അല്ല നിന്നോട് സ്വാമി പറഞ്ഞിട്ടില്ലേ രാവിലെ മുതൽ ജലപാനം കുടിക്കാനോ കഴിക്കാനോ പാടില്ലെന്ന്, പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്
കഴിക്കുന്നതെന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് സുധിയോട്. എനിക്ക് വിശന്നിട്ടാണെന്ന് സുധി സങ്കടത്തോടെ പറയുന്നുണ്ടെങ്കിലും നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറാനാണ് സ്വാമി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. നീ അത് ലംഘിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലടാ. അതുകൊണ്ട് നീ ആ ഭക്ഷണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഫ്രണ്ട് പറയുന്നു. അങ്ങനെ സുധി ഭക്ഷണമെല്ലാം വേണ്ടെന്ന് വെച്ച് വീണ്ടും ഭിക്ഷ എടുക്കാനായി തന്നെ പോവുകയാണ്. അപ്പൊ ഈ സമയത്തായിരിക്കും കേട്ടോ രേവതി അങ്ങോട്ട് വരുന്നത്. ക്ഷേത്രത്തിലേക്ക് തൊഴുവാൻ വേണ്ടിയിട്ട് രേവതി എത്തുമ്പോൾ രേവതിയെ കാണുന്ന സുധിയാണെങ്കിൽ തലയിലൂടെ തോർത്തൊക്കെ ഇട്ട് മൂടിപ്പൊതച്ചിരിക്കുകയാണ്, തന്നെ തിരിച്ചറിയരുതെന്ന് കരുതിക്കൊണ്ട്. രേവതിയാണെങ്കിൽ സുധിയുടെ മുന്നിലൂടെ കടന്നൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു സംശയം തോന്നി. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സുധിയാണോ ആ ഇരിക്കുന്നതെന്നൊരു സംശയം രേവതിക്ക് തോന്നിപ്പോവുകയാണ്. അതറിയാൻ വേണ്ടി തിരികെ വന്ന് ഒന്നുകൂടെ നോക്കുന്ന നിമിഷം അത് സുധിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് രേവതി. പിന്നീട് രേവതി സുധി അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ചന്ദ്രമതിയും ശ്രുതിയും അങ്ങനെ വീട്ടിലെ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. സുധിയാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുപോകുന്നു. ശ്രുതിയെപ്പറ്റി എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ആണെങ്കിൽ രേവതിയുടെയും സച്ചിയുടെയും മുമ്പിലൊക്കെ ആകെ ചൂളിപ്പോകുന്നുണ്ട്. തമിഴ് സീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ മലയാളത്തിലും ഇതെല്ലാം കാണിക്കുന്നുണ്ടാവും. അടുത്ത വിശേഷങ്ങളുമായി വൈകാതെ വരാം. അതുവരേക്കും ബൈ ബൈ.